കുട്ടികളുടെ പാരൻറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഒരു ദിനചര്യ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കൽ എന്നാണ്. ഇപ്പം നിങ്ങൾ അബുദാബിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? സുബൈക്ക് എണീക്കും. ആരാ സുബൈക്ക് നിങ്ങളെ വിളിക്കാറ്? ആരും വിളിക്കൂല. അതെന്താ ആരും വിളിക്കാതെ നിങ്ങൾ എണീക്കാൻ കാരണം? അതാണ് നിങ്ങളെ റുട്ടീൻ അല്ലേ? അതാ റുട്ടീൻ. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉറക്കം വരൂലേ? വരുമോ? വരും. അതെന്താ കാരണം? ദാറ്റ്സ് യുവർ റുട്ടീൻ. വൈകുന്നേരം ആകുമ്പോൾ അത് കഴിഞ്ഞാൽ എന്നും രാത്രി ഓടുന്ന ആരാളുള്ള ഇതിൽ എക്സസൈസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അവർക്ക് വൈകുന്നേരം കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്ത് അങ്ങനെ മുട്ടും, ചെയ്തിട്ടില്ല കാലൊക്കെ വേദന. റുട്ടീൻ. നിങ്ങളെ ശരീരവും മനസ്സും നിങ്ങളോട് പറയും നിങ്ങൾ എഴുന്നേൽക്കാൻ സമയമായി. രാവിലെ ഞാൻ സുബൈക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ടൈമിൽ ഇത്തിരി മാറ്റമുണ്ട്. ഞാൻ സുബൈക്ക് ആരും വിളിക്കാതെ എഴുന്നേൽക്കും. ചിലപ്പോൾ ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വന്നിട്ടാണ് എന്ത് ചെയ്യുക, എൻ്റെ മോളെയും വൈഫിനെയും ഒക്കെ വിളിക്കാം. നമുക്ക് അത്രയും സമയം ഉണ്ടാവുമല്ലോ നാട്ടിൽ. പള്ളിയിൽ പോയിട്ട് അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഈ അലാറത്തിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ, നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചത്. അതിനാണ് റുട്ടീൻ എന്ന് പറയുക. ഒരു കുട്ടിക്ക് ഒരു ഉമ്മയും പാപ്പയും ഉണ്ടാക്കി കൊടുക്കേണ്ട പ്രധാനപ്പെട്ട സാധനം റൂം, AC, ഫാനല്ല, റുട്ടീനാണ്. ആ റുട്ടീനിൽ എന്തൊക്കെ വേണം? രാവിലെ എഴുന്നേൽക്കൽ, രാത്രി കിടക്കൽ, അതിൻ്റെ ഇടയിലുള്ള 5 നേരത്തെ നമസ്കാരം, അതിനിടയിലുള്ള ഭക്ഷണം, പഠിക്കാനൊരു സമയം. അപ്പോൾ ആ സമയത്ത് കുട്ടിക്ക് പഠിക്കാൻ വരണം. രാത്രി മഗ്‌രിബ് കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ ഇത്ര സമയം ഖുർആൻ ഓതണം. അത് കഴിഞ്ഞ് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ പഠിക്കാനിരിക്കണം. അത് കഴിഞ്ഞ് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഉമ്മാൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട റുട്ടീനാണ്. വീട്ടിനകത്ത് ഒരു റുട്ടീനും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിനകത്ത്. ശനിയാഴ്ച എഴുന്നേൽക്കുന്ന സമയം വേറെ. ഇന്നിപ്പോൾ നിങ്ങൾ പോയി കിടന്നാൽ നാളെ എപ്പോഴാ പൊങ്ങുക? എപ്പോഴാ പൊങ്ങുക? ഇന്ന് പോയി കിടന്നാൽ സുബൈ സ്കെച്ചാൽ പിന്നെയും കിടക്കും. പിന്നെ എപ്പോഴാ പൊങ്ങുക? നാളെ നേരം വെളുത്ത് ഉച്ച വരെ റോട്ടിൽ വണ്ടി ഉണ്ടാവില്ല അല്ലേ? നമ്മൾ ഉറങ്ങുകയാണ്. നല്ല സുഖമായിരിക്കും റോട്ടിൽ കൂടി പോകാൻ. നമ്മൾ ഉറങ്ങുകയാണ്. നമ്മുടെ റുട്ടീൻ അങ്ങനെയാണ്. നമ്മുടെ കുട്ടിയുടെ റുട്ടീനാണ്. കുട്ടിക്ക് കൃത്യമായ റുട്ടീൻ സെറ്റ് ചെയ്താൽ നിങ്ങളുടെ കുട്ടി എവിടെ പോയാലും ആ റുട്ടീനിൽ പോകും. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും ഈ കുട്ടി ഇങ്ങനെ തന്നെയാണെങ്കിൽ ആ കുട്ടിക്ക് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് ആ കുട്ടി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞ ഈ കുട്ടി ഒന്നും ഒരു റുട്ടീൻ അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും സ്നേഹിച്ചിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് ഈ കുട്ടി ഇങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ചെറിയൊരു പ്രോബ്ലത്തിനുള്ള സാധ്യതയുണ്ട്. ആ പേഴ്സണാലിറ്റി ഡിസോർഡർ കുട്ടി കാണിക്കുക 10 to 15 ആണ് കുട്ടി അതിൻ്റെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുക. ഗേൾസ് ആണെങ്കിൽ, ബോയ്സ് ആണെങ്കിൽ ഒരു 13 to 16 ഒക്കെ ആകുമ്പോഴാണ് കാണിച്ചു തുടങ്ങുക. ഗേൾസിന് ഒരു മെൻസ്ട്രേഷൻ ഒക്കെ തുടങ്ങുന്ന സമയം മുതൽ ഈ ഡിസോർഡർ അവർ കാണിച്ചു തുടങ്ങും. അപ്പോൾ അവരെയും ഇതേപോലെ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കണം.